നമസ്തേ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ലിയോ. ആദ്യം പ്രധാന വാർത്തകൾ. അതിൻ്റെ ഏതാണ്ട് പകുതി സർവീസുകൾ മാത്രമേ കേരള സർക്കാർ നടത്താൻ അല്ലെങ്കിൽ കേരളത്തിൽ സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളൂ. പ്രവാസികളുമായി കേരളത്തിലേക്ക് എത്തുന്ന വിമാനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പ്രവാസികളെ സ്വീകരിക്കുന്നതിൽ വാചകമടിയല്ലാതെ പിണറായി സർക്കാർ മറ്റൊന്നും നടത്തിയിട്ടില്ലെന്നും വി മുരളീധരൻ ജനം ടിവിയോട്. ജൂൺ 8-ന് ശേഷം കൂടുതൽ ഇളവുകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം വളർച്ചാ നിരക്ക് തിരച്ചുപിടിക്കുമെന്ന് പ്രധാനമന്ത്രി. UAE-യിൽ കൊറോണ ബാധിച്ച് 3 മരണം കൂടി. 596 പേർക്ക് പുതുതായി രോഗബാധ. 388 പേർ രോഗമുക്തർ. കുവൈറ്റിൽ ഇന്ന് 6 മരണം. 887 പേർക്ക് വൈറസ് ബാധ. കൊറോണ പോരാട്ടത്തിനായി 172 അംഗ ഇന്ത്യൻ മെഡിക്കൽ സംഘം UAE-യിൽ. സൗദിയിൽ വന്ദേ ഭാരത് മിഷന്റെ 2ാം ഘട്ടത്തിന് ഈ മാസം 10-ന് തുടക്കം. മലപ്പുറം വളാഞ്ചേരിയിൽ ഓൺലൈൻ പഠനം മുടങ്ങിയതിന് ആത്മഹത്യ ചെയ്ത 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവികയ്ക്ക് കണ്ണീരിൽ കുതിർന്ന വിട. സംസ്കാരം വളാഞ്ചേരിയിൽ നടന്നു. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. നാളെ ABVP-യുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധ ദിനം. തമിഴ്നാട്ടിലെ തിരുപ്പൂർ കേന്ദ്രീകരിച്ച് വ്യാജ ആധാർ കാർഡ് നിർമ്മാണ മാഫിയ. പണം നൽകിയാൽ ആർക്കും ഏത് പേരിലും ആധാർ. വ്യാജ ആധാർ കാർഡിലൂടെ ബംഗ്ലാദേശികൾ ബംഗാളികളാകുന്നു. ജനം ബിഗ് ബ്രേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 86 പേർക്ക് കൊറോണ. ഏറ്റവും കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ടത് ഇന്ന്. മലപ്പുറത്ത് 15 പേർക്കും ആലപ്പുഴയിൽ 10 പേർക്കും കാസർഗോഡ് 9 പേർക്കും രോഗബാധ. തിരുവനന്തപുരത്ത് 1 കൊറോണ മരണം കൂടി. പ്രവാസികളുടെ യാത്രയിലും ക്വാറന്റീനിലും ഏകോപനമില്ലാതെ സംസ്ഥാന സർക്കാർ. കോട്ടയത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അർദ്ധരാത്രിയിൽ പെരുവഴിയിൽ ഇറക്കിവിടാൻ ശ്രമം. കൊറോണയ്ക്ക് മരുന്നായി റെംഡെസിവിർ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ താൽക്കാലിക അനുമതി. ഉത്തരാക്കൊലക്കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. സൂരജിന്റെ അമ്മയെയും സഹോദരിയെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സൂരജിന്റെ അച്ഛൻ സുരേന്ദ്രൻ 3 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. അറബിക്കടലിലെ ന്യൂനമർദ്ദം നിസർഗ ചുഴലിക്കാറ്റായി. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റ് നാളെ കരതൊടും. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും അതീവ ജാഗ്രത. കേരളത്തിൽ കനത്ത മഴ. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. വാർത്തകൾ വിശദമായി. UAE-യിൽ കൊറോണ വൈറസ് ബാധിച്ച് 3 പേർ കൂടി മരിക്കുകയും 596 പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. 388 പേരാണ് രോഗമുക്തി നേടിയത്. UAE-യിൽ ഇതുവരെ 20 ലക്ഷത്തിൽ ഏറെ പേർക്ക് കൊറോണ പരിശോധന നടത്തിയതായി അധികൃതർ വ്യക്തമാക്കി. കൊറോണ വൈറസ് ബാധിച്ച് UAE-യിൽ 3 പേർ കൂടി മരിച്ചതായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 269ആയി. 596 പേർക്ക് കൂടി പുതുതായി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ആകെ രോഗബാധിതരുടെ എണ്ണം ഇതോടെ 35,788ആയി. 35,000 പേർക്ക് പരിശോധന നടത്തിയതിൽ നിന്നാണ് രോഗബാധയുള്ള 596 പേരെ കണ്ടെത്തിയത്. പുതിയ രോഗികളുടെയെല്ലാം ആരോഗ്യനില തൃപ്തികരമാണ്. 388 പേർക്കാണ് ഇന്ന് രോഗം മാറിയത്. ഇതുവരെ UAE-യിൽ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 18,726 ആണ്. അതേസമയം UAE-യിൽ ഇതുവരെ 20 ലക്ഷത്തിലേറെ പേർക്ക് കൊറോണ പരിശോധന നടത്തിയതായി അധികൃതർ അറിയിച്ചു. ഇതിൽ 6,55,000 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയത് 2 ആഴ്ചക്കിടെയാണ്. എല്ലാവരുടെയും ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. ജനം, ദുബായ്. കുവൈറ്റിൽ കൊറോണ ചികിത്സയിലിരിക്കെ 6 പേർ മരിച്ചു. പുതുതായി 156 ഇന്ത്യക്കാർ ഉൾപ്പെടെ 887 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 226ആയി. 1382 പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത്.
ഫർവാനിയ മേഖലയിലാണ്. കുവൈറ്റ് സ്വദേശികളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധയേറ്റത്. 201 ഇന്ത്യക്കാരുൾപ്പെടെ 887 പേർക്ക് കൂടി പുതുതായി കൊറോണ സ്ഥിരീകരിച്ചു. ഇതോടെ കുവൈറ്റിൽ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 8677, ഇന്ത്യക്കാരുൾപ്പെടെ 28649 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6 പേരാണ് കൊറോണ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞത്. രാജ്യത്തെ കൊറോണ മരണസംഖ്യ 226 ആയി. രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ട മറ്റു രാജ്യങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ പ്രകാരം കുവൈറ്റ് സ്വദേശികൾ 314, ഈജിപ്തുകാർ 115, ബംഗ്ലാദേശികൾ 96 പേരും മറ്റുള്ളവർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. ഇന്ന് 1382 പേരാണ് രോഗമുക്തി നേടിയത്. ഇതോടെ ആകെ രോഗം ഭേദമായവരുടെ എണ്ണം 14281 ആയി. രാജ്യവ്യാപകമായി കൊറോണ റാപ്പിഡ് പരിശോധന കർശനമാക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് വിധേയമാക്കിയ 3325 പേരിൽ 887 പേർക്കാണ് കൊറോണ രോഗബാധ ഇന്ന് സ്ഥിരീകരിച്ചത്. ആകെ 14142 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 187 പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സുജിത് സുരേഷൻ, ജനം, കുവൈറ്റ്. കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിന് കരുത്തേകാൻ ഇന്ത്യയിൽ നിന്നുള്ള 172 അംഗ മെഡിക്കൽ സംഘം കൂടി UAE-യിലെത്തി. ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സംഘമാണ് ദുബായിലെത്തിയത്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും UAE-യിലെത്തുന്ന 3ാമത്തെ മെഡിക്കൽ സംഘമാണിത്. ഇന്ത്യയും UAE-യും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായകമായ ഇടപെടലാണ് ഇതുവഴി നടക്കുന്നത് എന്നും കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനെത്തിയ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നതായും ദുബായ് ഹെൽത്ത് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഹുമൈദ് അൽ ഖുതമി അറിയിച്ചു. പ്രവാസികളുമായി കേരളത്തിലേക്ക് എത്തുന്ന വിമാനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാർ കത്ത് മുഖേന അറിയിച്ചതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പ്രവാസികളെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൽ വാചകമടിയല്ലാതെ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നും വി മുരളീധരൻ ജനം TV-യോട് പറഞ്ഞു. കൊറോണ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വന്ദേ ഭാരത് മിഷനിലൂടെ ലോകത്തുടനീളമുള്ള പ്രവാസികളെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്ന നടപടികൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അസാധാരണമായ നടപടി, അതായത് വന്ദേ ഭാരത് മിഷനിലൂടെ വരുന്ന വിമാനങ്ങളുടെ എണ്ണത്തിൽ സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്ന വിമാനങ്ങളുടെ എണ്ണം പരിമിതിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ജനം TV-യോടൊപ്പമുണ്ട്. സർ, ലോകത്തുടനീളമുള്ള പ്രവാസികളെ തിരിച്ചെത്തിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പറഞ്ഞത് ആരൊക്കെ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ അവരെല്ലാം തിരിച്ചെത്തിക്കുമെന്നാണ്. അതിനിടയിലാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു കത്ത് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നത്. ഇത് സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം എന്താണ്? അല്ല, ഞങ്ങൾ കേരളത്തിലെ വിമാനത്താവളങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിരവധി മലയാളികൾ വളരെയേറെ വിഷമങ്ങൾ അനുഭവിക്കുന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ നടത്താൻ കേരള സർക്കാർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തയച്ചപ്പോൾ അതിന് കിട്ടിയ മറുപടി ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ ഏതാണ്ട് പകുതി സർവീസുകൾ മാത്രമേ കേരള സർക്കാർ നടത്താൻ അല്ലെങ്കിൽ കേരളത്തിൽ സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളൂ. പ്രവാസികൾ തിരിച്ചെത്തിയാൽ അതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് എന്ന സംസ്ഥാനത്തിന്റെ വാദം വെറും പൊള്ളയായിരുന്നു എന്നുള്ളതാണ് ഈ വന്ദേ ഭാരത് മിഷനിലൂടെയുള്ള വിമാനങ്ങളുടെ എണ്ണം പരിമിതിപ്പെടുത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ കത്ത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് വി മുരളീധരൻ വ്യക്തമാക്കിയത്. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം, ഡൽഹി. UAE താമസ വിസയുടെ കാലാവധി അവസാനിച്ച വിദേശികൾക്ക് രാജ്യത്തേക്ക് മടങ്ങിയെത്താം. മാർച്ച് 1-ന് ശേഷം കാലാവധി കഴിഞ്ഞ വിസയ്ക്കാണ് ഈ ആനുകൂല്യമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വ്യക്തമാക്കി. മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമായ തീരുമാനമാണ് ഇത്. മാർച്ച് 1-ന് ശേഷം താമസ വിസയുടെ കാലാവധി തീർന്ന വിദേശികൾക്ക് UAE-യിലേക്ക് മടങ്ങിയെത്താമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വ്യക്തമാക്കി. രാജ്യത്തിനകത്തും പുറത്തുമുള്ളവരുടെ താമസ വിസ കാലാവധി ഡിസംബർ വരെ നീട്ടിയതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കൊറോണയുടെ വ്യാപനത്തെ തുടർന്ന് വിമാന സർവീസുകൾ റദ്ദാക്കിയതിനാൽ UAE-യിലേക്ക് മടങ്ങാനാവാതെ വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിയവരേറെയാണ്. പുതിയ തീരുമാനം മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകും. അതുപോലെ തന്നെ മാർച്ച് 31-ന് മുൻപ് വിസ കാലാവധി കഴിഞ്ഞ് UAE-യിൽ തങ്ങുന്ന വിദേശികൾക്ക് മെയ് 18 മുതൽ 3 മാസത്തെ സാവകാശം നൽകിക്കൊണ്ട് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. അതേസമയം കൊറോണ നിയന്ത്രണം മൂലം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ UAE വിസക്കാരെ തിരിച്ചെത്തിച്ചു തുടങ്ങി. 36 സ്ഥലങ്ങളിൽ നിന്നുള്ളവരെയാണ് ഈ മാസം തിരിച്ചെത്തിക്കുക. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സേവനമാണ് ആരംഭിച്ചത്. നേരത്തെ തന്നെ മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ തവാജിദി രജിസ്ട്രേഷനും ആരംഭിച്ചിരുന്നു. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മുൻഗണനാ ക്രമം അനുസരിച്ച് ഫെഡറൽ അതോറിറ്റി ഫോർ
ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് തിരഞ്ഞെടുത്ത് അവരെ ഇമെയിൽ മുഖേന വിവരം അറിയിക്കുകയാണ് ചെയ്തു വരുന്നത്. അറിയിപ്പ് ലഭിച്ച ശേഷമേ വിമാന ടിക്കറ്റ് എടുക്കാവൂ എന്നും അധികൃതർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചെത്തുന്നവർക്ക് 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ്. ജനം, ദുബായ്. മസ്തിഷ്കാഘാതം കാരണം ബഹ്റൈനിൽ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ കഴിഞ്ഞിരുന്ന കണ്ണൂർ സ്വദേശി ധനേഷ് ഇന്ന് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായുള്ള പ്രത്യേക വിമാനത്തിൽ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. ബഹ്റൈനിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ സംസ്കൃതിയാണ് വിദേശകാര്യ വകുപ്പിനെയും ഇന്ത്യൻ എംബസിയെയും സൽമാനിയ ആശുപത്രി അധികൃതരെയും നിരന്തരം ബന്ധപ്പെട്ട് ധനേഷിന്റെ യാത്രയ്ക്ക് സൗകര്യമൊരുക്കിയത്. ധനേഷിന്റെ ദുരവസ്ഥ ജനം TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നാട്ടിൽ തിരിച്ചെത്താൻ പണമില്ലാത്തവർക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്നും ആനുകൂല്യങ്ങൾ നൽകണം എന്ന ഇടം സാംസ്കാരിക വേദി. വിമാനയാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കുവാൻ കഴിയാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ പ്രവാസി ഇന്ത്യക്കാർക്കും വിമാന ടിക്കറ്റും അനുബന്ധ ചെലവുകളും നൽകണം എന്ന വിധി നേടിയെടുക്കുവാൻ കഴിഞ്ഞത് നേട്ടമാണ് എന്ന് ഇടം സാംസ്കാരിക വേദി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭവൻ സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വരസന്ധ്യ സീസൺ 8 അരങ്ങേറി. വെർച്വൽ പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിച്ച പരിപാടി ഭവൻസ് മിഡിൽ ഈസ്റ്റ് ചെയർമാൻ NK രാമചന്ദ്രമേനോനും സുധാ രാമചന്ദ്രനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 2 മണിക്കൂറോളം നീണ്ട പരിപാടിയിൽ വിവിധ ഭാഷാ സംഗീത ശാഖകളിലെ ഗാനാലാപനങ്ങൾ അരങ്ങേറി. ഭവൻസിന്റെ GCCയിലെ മുഴുവൻ സ്കൂളുകളുടെയും പ്രാതിനിധ്യത്തോടെ നടന്ന പരിപാടിയിൽ അബുദാബി പൈസ് വൈസ് പ്രിൻസിപ്പൽ സുരേഷ് V ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു. സൗദിയിൽ കൊറോണ ബാധിച്ച് തിരുവനന്തപുരം സ്വദേശി മരിച്ചു. പോത്തൻകോട് പള്ളിപ്പുറം CRPFന് സമീപം ലക്ഷ്മി എസ്റ്റേറ്റ് റോഡിൽ ഷമീബ് മൻസിലിൽ അബ്ദുറഹ്മാൻ ബഷീർ ആണ് ജുബൈലിൽ മരിച്ചത്. ജുബൈലിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇദ്ദേഹം കടുത്ത പനിയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുവാസത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള പരിശോധനയിൽ കൊറോണ സ്ഥിരീകരിക്കുകയുമായിരുന്നു. പിന്നീട് ശ്വാസതടസ്സത്തെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു. നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ യാത്രയും ക്വാറന്റീനും സംബന്ധിച്ച് ഏകോപനമില്ലാതെ സംസ്ഥാന സർക്കാർ. കൊച്ചിയിൽ നിന്നും KSRTC വഴി എത്തിയ കോട്ടയം, പത്തനംതിട്ട സ്വദേശികളെ പെരുവഴിയിൽ ഇറക്കിവിടാൻ ശ്രമം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അർദ്ധരാത്രിയിൽ ഇറക്കിവിടാൻ ശ്രമിച്ചത് വിവാദമായി. ദുബായിൽ നിന്നും കൊച്ചിയിലെത്തി അവിടെ നിന്നും കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലേക്ക് KSRTC ബസ്സിലെത്തിയ പ്രവാസികൾക്കാണ് ഈ ദുരിതം നേരിടേണ്ടി വന്നത്. രാത്രി 12 മണിയോടെ പാലായിൽ ഇറങ്ങാനായിരുന്നു അധികൃതരുടെ നിർദ്ദേശം. ദുബായിൽ നിന്ന് രാവിലെ ഞങ്ങൾ ഈ ഒരു KSRTC ബസ്സിൽ ഇരിക്കുന്ന അത്യാവശ്യം കുറേ ആൾക്കാർ എല്ലാവരും ഇന്ന് ദുബായിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇന്ന് വന്നിട്ട് രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ സമയം രാത്രിയിൽ ഇവിടെ 12 മണിയായി. ഞങ്ങള് കൊച്ചിൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ സർക്കാർ എല്ലാ ഫെസിലിറ്റീസും എല്ലാവർക്കും ചെയ്തിട്ടുണ്ടെന്ന്, ക്വാറന്റൈന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പത്തനംതിട്ട ജില്ലയിലുള്ളവരെയും കോട്ടയം ജില്ലയിലുള്ളവരെയും റാന്നി, മുണ്ടക്കയുള്ളവർ എല്ലാവരെയും കൊണ്ട് പാലായിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് രാത്രി 12 മണിക്ക് പാലായിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് അവർ പറയുകയാണ് ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാത്രി ആൾക്കാർ. അതായത് ഇപ്പൊ വരുന്ന എല്ലാവരും എമർജൻസിയിലുള്ള ആൾക്കാരാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇതോടെ പ്രതിഷേധവുമായി പ്രവാസികൾ രംഗത്തെത്തി. കഷ്ടപ്പെട്ട് ഞങ്ങൾ വന്നോരാ, എന്നിട്ട് ഞങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ ഇപ്പം വട്ടം കറങ്ങുമോ നിങ്ങള്? This is not fair. This is not fair at all. ഒടുവിൽ അധികൃതർ ഇടപെട്ട് പുലർച്ചെയോടെ ഇവരെയെല്ലാം ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു. നേരത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ നിരവധി ആളുകൾക്കും സമാനമായ ദുരിതം നേരിടേണ്ടി വന്നിരുന്നു. ജനം, കോട്ടയം. നാടിന് നൊമ്പരമായി ദേവിക. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാനാവാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത മലപ്പുറം വളാഞ്ചേരിയിലെ ദേവികയുടെ മൃതദേഹം സംസ്കരിച്ചു. പഠനത്തിൽ മിടുക്കിയായിരുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥി ദേവികയുടെ മരണം ഒരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തതിൽ മനം നൊന്താണ് വിദ്യാർത്ഥിയുടെ മരണം എന്ന് മാതാപിതാക്കൾ പറഞ്ഞു. സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലാത്ത വിദ്യാഭ്യാസ നയത്തിന്റെ ഇരയാണ് ദേവികയെന്ന് ഉയർത്തിയാണ് വിവിധ യുവജന സംഘടനകൾ പ്രതിഷേധിച്ചത്.
ഓൺലൈനിൽ അധ്യയനം തുടങ്ങി ആദ്യ ദിവസമാണ് മലപ്പുറം വളാഞ്ചേരി ഇരുമ്പിളിയം സ്വദേശി ദേവിക ജീവനൊടുക്കിയത്. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ വിഷമം പങ്കുവച്ചിരുന്നതായി മാതാപിതാക്കൾ പറഞ്ഞു. കുടുംബത്തിലെ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും പഠനത്തിൽ മിടുക്കിയായിരുന്നു ദേവിക. കുട്ടിക്ക് പഠനത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സാധിച്ചില്ലെന്ന് മാതാപിതാക്കൾ വിലപിക്കുന്നു. ഇത്ര പെട്ടെന്ന് അത് പടി കടന്നു പോയിട്ടില്ല, ഇതെല്ലാം പോയിട്ടില്ല. ഇവിടെ കുട്ടികൾ കളിക്കണം, ഈ തൊടി കൂടെ കയറി മറിഞ്ഞു പോയതാണ്. ഇവിടെ കാളുണ്ടായിക്കണേ. വീട്ടിലെ TV പ്രവർത്തിക്കാത്തതും സ്മാർട്ട് ഫോൺ ഇല്ലാത്തതും കുട്ടിയെ മാനസികമായി തളർത്തിയിരുന്നു. വീടിന് 200 മീറ്റർ മാറി ആളൊഴിഞ്ഞ മറ്റൊരു വീട്ടിലായിരുന്നു കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് സംസ്കാരം നടന്നത്. ജനം, മലപ്പുറം. പ്രവാസി ദിനം പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം പ്രവാസികൾ പറയട്ടെ കാണാം. നമസ്തേ.